ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ വീഡിയോ പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. ഇനി എന്റെ ഊഴാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവരെ തിരിച്ചങ്ങോട്ട് സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ തന്നെ ബർത്ത്ഡേക്ക് ഞാനൊരു സെൽഫ് ഗിഫ്റ്റിംഗ് ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുക. കാരണം എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യാന്ന് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ആലോചിച്ച് വെച്ചിരുന്നു. പക്ഷെ ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല എന്താ കാര്യം എന്നുള്ളത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ഞാൻ എനിക്കായിട്ട് ഒരു ഇയറിംഗ് ഞാൻ വാങ്ങും എന്നാണ്. പക്ഷെ അതല്ല സംഭവം. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്തവണ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് iPhone 16 Pro ആണ്. കാരണം ഞാൻ എന്റെ ഫോൺ മേടിച്ചത് ഇതാണ്. എന്റെ ഫോൺ ഇത് മേടിച്ചിട്ട് ഒരു 4 വർഷമായിട്ടുണ്ടാവും. നല്ല ഫോണാണ്, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇപ്പൊ ചെറുതായിട്ട് പണി തന്നു തുടങ്ങി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ലാഗ് വരുന്നുണ്ട്. പിന്നെ 11 ആണ്. അപ്പം ഇത്രയും അപ്ഡേറ്റഡ് ആയില്ലേ. അപ്പൊ ഇത്രയും കൊല്ലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഇത് നേരം മാറ്റിയിട്ട് iPhone 16 Pro എടുക്കാന്ന്. ഇവര് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യമാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം എനിക്ക് അവരെ തിരിച്ചങ്ങോട്ട് സർപ്രൈസ് ചെയ്യാനുള്ള ചാൻസും കൂടിയാണ്. അപ്പൊ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് ഈ സാധനം എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെന്ന് പറഞ്ഞാല് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വാങ്ങാന്നുള്ളത് എനിക്ക് സ്വയം ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ഇന്നലെ എനിക്ക് ഇവർ തന്ന ഗിഫ്റ്റ് ഇത് എന്റെ കയ്യിലുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഞാൻ ഇട്ടത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് ഐഫോൺ വാങ്ങാം. അങ്ങനെ നമ്മളിത് ഇറങ്ങി. ബാക്കിയുള്ളവരൊന്നും എണീച്ചിട്ടുണ്ടാവൂല, അത് ഉറപ്പാണ്. കാരണം ഇന്നലെ 3:30 മണിക്കാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പൊ അവരൊക്കെ എണീച്ച് മെല്ലെ റെഡി ആവുന്നുണ്ടാവുള്ളൂ അല്ലെ? ഷാമിന്ന് എണീച്ചില്ലല്ലോ. ഷാമിന്ന് എണീച്ചിട്ടില്ല. 4 മണിക്ക് ഉറങ്ങിയിട്ട് നേരത്തെ എണീറ്റ് വന്ന് കഴിച്ചു. എനിക്ക് ഉറക്കക്ഷീണുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അവരൊക്കെ എണീച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് അവിടെ എത്തണം. അപ്പൊ ഞാൻ കളറ് ചൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറാണ് കേട്ടോ. ഇപ്പം 16 പ്രോയിലുള്ളത് ഒരു ആഷ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ മറ്റേ ഡെസേർട്ട് ടൈറ്റാനിയം. ഈ 4 കളേഴ്സ് ഉള്ളത്. അതില് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് വൈറ്റ്. എനിക്ക് കുറച്ച് കളർഫുൾ ആയിരുന്നു ഇഷ്ടം. 16ലും 16+ ഉണ്ട് അല്ലേ? പിങ്ക് കളർ ഉണ്ടായിരുന്നു 16+ലൊക്കെ. പക്ഷേ 16 Pro തന്നെ വേണം. കുറച്ചുകൂടെ നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള സാധനം വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 16 Pro തന്നെ ആക്കാം. Pro Max ആവുമ്പം അതും എനിക്ക് അത്ര താല്പര്യമില്ല, ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഇതാവുമ്പോൾ കുറച്ചും കൂടെ സൈസിൽ ചെറുതാണ്. എനിക്ക് കയ്യിൽ ഒതുങ്ങും വേണം, പക്ഷെ കുറച്ച് ഫീച്ചേഴ്സും വേണം. അതുകൊണ്ടാണ് ഞാൻ 16 Pro ആക്കിയത്. നമുക്ക് വേഗം പോയി വാങ്ങാം. അങ്ങനെ നമ്മൾ അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫോണാണ് ഇത്. പക്ഷെ ഇവിടെ ഉള്ളത് ഒരു ആഷ് കളറാണ് കേട്ടോ. ഇതിന്റെ പ്യോർ വൈറ്റ് അതാണ്. ഇതിപ്പം നമ്മൾ എൻ്റെ കയ്യിലുള്ള ഫോണല്ലേ 11 അല്ലേ, ഏകദേശം ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഫോണിൽ ഈ ഫോണിനായിട്ട് ചെറിയ സൈസിന് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഇതാവുമ്പം കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കുറച്ചും കൂടെ പെർഫോമൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കിട്ടുകയും ചെയ്യും. എനിക്കിഷ്ടമായി. ഇതിൽ 4K ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു 120 FPS ഉണ്ട്. അപ്പം നല്ല ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? അടിപൊളിയായിരിക്കും. എനിക്കിഷ്ടമായി. എൻ്റെ ഐഫോൺ ഇതേ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പ്യോർ വൈറ്റ് ആണ്. അൺബോക്സിംഗ്. പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയതും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു കാറ്റിലോ. ഇത് നല്ല വൈറ്റാണ്. ഇത് വൈറ്റ് ടൈറ്റാനിയമാണ്. സൈഡിലൊക്കെ അത് ഇങ്ങനത്തെ ഒരു ഫിനിഷാണ് വരുന്നത്. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ഓണാക്കാം ഗൈസ്. ഇവിടെ ഒച്ചടാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കൈ വറക്കാൻ എക്സൈറ്റ്മെന്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിനുമാർത്തുലയാതെ
പ്ലേ ചെയ്യാൻ പോവാണ്. നമ്മൾ ഫോൺ മേടിച്ചു. ഇനി അതിൻ്റെ ഗ്ലാസ് കാർഡ് ഇടണം, പിന്നെ കവർ ഇടണം. എനിക്ക് പ്ലെയിന് വേണം, നല്ല ഭംഗിയുള്ള. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് എടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഏതെങ്കിലും പൗച്ച് ഉണ്ടോ നോക്കും. ഇതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് പിങ്ക്, പേർപ്പിള്, എനിക്ക് എന്ത് രീതിയിൽ ഈ ഫോണിന്റെ കളർ മാറ്റാൻ പറ്റണം. പേർപ്പിൾ ആക്കാൻ പറ്റണം, പിങ്ക് ആക്കാൻ പറ്റണം, അങ്ങനെ എനിക്ക് വേണം. അതുകൊണ്ടാണ് ഈ വൈറ്റ് എടുത്തല്ലേ. അതാണ് ഞാൻ ഗ്രീന് ഫോൺ ഫസ്റ്റ് 11 എടുത്തല്ലേ. അതിൻ്റെ മറ്റേ ഫോൺ കേടായിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു വേറെ കളർ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ പേർപ്പിൾ എടുത്താലേ. പക്ഷെ ആ ഗ്രീൻ എടുത്തപ്പോൾ ബാക്കിയുള്ള പിങ്കിലേക്ക് ഇപ്പോൾ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏത് കളറിലേക്ക് മാറ്റാൻ? അങ്ങനെ കേസ് നമ്മളിതേ ഗ്ലാസ് ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. കവർ തൽക്കാലം ഈ കവർ ഇടാം, എന്നിട്ട് നമുക്ക് വേറെ കളർഫുൾ കവറിലേക്ക് മാറാം. ഒക്കെ ആയിട്ട് കൈ കിട്ടി. ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിത് നേരെ പോയിട്ട് അവരെ കാണിക്കണം. ഒരാലോചിക്കുന്ന പോലും ഉണ്ടാവില്ലല്ലോ ഞാൻ ഈ സാധനം പോയി മേടിച്ചത്. നമുക്ക് വേഗം പോവാ, എന്നിട്ട് അവരൊക്കെ എന്താ റിയാക്ഷൻ എന്നുള്ളത് കാണണം. നമുക്ക് 5ന്റെ റിയാക്ഷൻ എടുക്കാം. നമ്മൾ 5ന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് 5നെ സർപ്രൈസ് ചെയ്യാം. പിന്നെ ഷാമിയും ജുനും ഒരു 1.5 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തും. ഇവര് സെപ്പറേറ്റ് എനിക്ക് റിയാക്ഷൻ കാണണം. എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണുന്നതിന് രസമില്ല. ആദ്യം നമുക്ക് 5ന്റെ റിയാക്ഷൻ എന്താ നോക്കാം. നമ്മളത് 5ന്റെ വീട്ടിലെത്തി. ഇവിടെ 5 ആകുമ്പോഴും ഉണ്ടാവും 2 പേര്. എന്താ റിയാക്ഷൻ എന്നുള്ളത് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ മൈൻഡിന്റെ കവർ വേണ്ട, ഇതിന്റെ ഇന്നലത്തെ ഗിഫ്റ്റിന്റെ കവറല്ലേ. മൈൻഡ് ഡയമണ്ട്സിന്റെ കവർ. അപ്പൊ കമ്മലാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. ഡോറൊക്കെ തുറന്നിട്ടതാ, കേറിക്കോ. ഇത്തവണ നമുക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്തോ കാര്യമായിട്ട് വാങ്ങുന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താന്നറിയില്ല. ഡയമണ്ട്സ് അത് പിന്നെ സ്ഥിരം അങ്ങനെയാണ്. എന്താ ഇവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. iPhone 16 Pro. പ്രതീക്ഷിച്ചില്ലല്ലോ. ദൈവമേ, അതിന്റെ കവറിലിട്ട് വന്നിട്ട് അത് ഞാൻ പറ്റിക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. ഇതുവരെ 2 ക്യാമറേന്റെ വിഷമായിരുന്നു. അതവൾ എപ്പോഴും പറയലുണ്ട് കേട്ടോ 2 ക്യാമറ. പക്ഷെ ഇതിപ്പോ അത് വാങ്ങുന്നു പ്രതീക്ഷിച്ചില്ല. നല്ല രസമുണ്ടല്ലേ, ഒതുക്കുണ്ട്, കയ്യിൽ ഒതുങ്ങും. പക്ഷെ 11ന്റെ അതേ ഇതേ ഉള്ളൂ, വലിപ്പേ ഉള്ളൂ. ഇത് നോക്കട്ടെ. അതോടാക്കിയതാണ്. എങ്ങനെ കാണാനുള്ള ഒരു ഫ്രഷ്നെസ് ഇങ്ങനെ വെച്ചത്. ഓ സെറ്റ്. ഓണയിട്ടെ. ഓണാണല്ലേ. നല്ല രസം. എനിക്ക് ഉറപ്പായിരുന്നു ഇവൾ ഇത് പ്രതീക്ഷിക്കില്ല. നല്ല രസം കേട്ടോ, നല്ല കോമ്പാക്ട് ആണ്, കയ്യില് പിടിക്കാൻ സുഖമുണ്ട്, എഡ്ജൊക്കെ ഭയങ്കര ഇങ്ങനെ അത് കാര്യമായിട്ടുള്ള എന്തൊക്കെയാണ് അത് എനിക്കറിയില്ല. നമുക്ക് കേട്ടാൻ മനസ്സിലാവില്ല. ഷാമി കണ്ടാ? ഷാമി കണ്ടില്ല, ഓളിപ്പോ വരുമില്ലേ, ഓൾക്ക് കാണിച്ചു കൊടുക്കണോ? ഞാൻ മൊത്തത്തില് നല്ല ഭംഗിയുടെ ക്യാമറ എന്ത് രസാ. നല്ല ഫസ്റ്റ് ഫോട്ടോയുമായി നല്ല രസമുണ്ട്. ഫസ്റ്റ് ഫോട്ടോ അമലാക്കിനടുത്ത് എനിക്ക് ഈ ഒരു പുതിയ ഫോൺ എന്നുള്ളത് കുറേ കാലമായിട്ട് അങ്ങനെ മൈൻഡിൽ ആലോചിക്കുന്നതാണ്. ഇവരെന്റെ പറയലും ഉണ്ട്. അവളാണ് ഫസ്റ്റ് ഫോൺ എടുത്തത്, ഐഫോൺ കൂട്ടത്തില്. അപ്പൊ അത് കുറച്ച് മുന്നേ ആണ്. പിന്നെ 4 കൊല്ലായി. ഇനിയിപ്പോ പിന്നെ അവളിങ്ങനെ പറയുന്ന സമയത്ത് ആഗ്രഹം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 3 ക്യാമറ ഉള്ളത് നമുക്ക് വേണം.
അങ്ങനത്തെ ഒരു ഇതാ അത് പറയാ. പ്രോയോ പ്രോമാക്സോ ആ വേണമെന്നാ പറയാ. പക്ഷെ അത് ഇപ്പൊ എടുക്കുമെന്ന് പറയാന് ഈ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല വൈറ്റ് ആയിട്ടല്ല കേസ് വിടാ. ഇവർക്ക് സ്ഥിരം എന്താ വെച്ചാല് ആ പച്ചയാണ് ഓളെ ഫോൺ ഉണ്ടാവുക. അപ്പൊ ആ ഫോൺ ഇവിടെ ഫോണ് പച്ചയായോണ്ട് ഓക്ക് പർപ്പിൾ കളർ ഇടാൻ പറ്റൂല എന്നുള്ളതിന്റെ സങ്കടം എത്ര വർഷമായി കേൾക്കുന്ന അറിയോ. ഇനി വെള്ള ആയതുകൊണ്ട് സുഖമായിട്ടിടാ. എനിക്കിതിന് ഏത് കളറും, അതാണ് ഞാൻ ഇത്തിപ്പിള് പറഞ്ഞ കാര്യമില്ലേ, അതാണ് ഞാൻ ആദ്യമേ ആലോചിച്ചത്. ഇതിന് എനിക്ക് പർപ്പിൾ ആക്കാം, പിങ്ക് ആക്കാം, എനിക്ക് വേണ്ട ഏത് കളർ വേണമെങ്കിലും ആക്കാം. എന്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്. സാമി വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് മെല്ലെ വിളിച്ചോണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ നോർമലി ഇങ്ങനെ വരാം. വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് പോക്ക് ഡൗട്ടോ. അപ്പൊ ഞാൻ അപ്പുറം സൈഡിൽ ഞാനൊരു സാധനം വാങ്ങാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് വാങ്ങി. ഇത്രയും കാലം അങ്ങനെ അവിടെയൊക്കെ പോയി നോക്കി കഴിഞ്ഞിട്ട് നമ്മള് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് ഇവിടെ ഇരിക്കും സമാധാനത്തിൽ നോക്ക്. അങ്ങനെ എല്ലാ കളർ കേസുകളും മാറ്റി മാറ്റി ഇടാം. നമുക്ക് പച്ച ആയതുകൊണ്ട് ഭയങ്കര വിഷമല്ലേ, പർപ്പിൾ ഇടാൻ പറ്റില്ല. പൊളിച്ചോ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചാൽ ഓണാക്കിയത്. ഡയമണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇത് വാങ്ങി. അത് ശരി. മനസ്സിലായിട്ടില്ല. ഓപ്പൺ ചെയ്തോ, ഓണാക്കിയത്. അടിപൊളി. ഞാനെന്ന് ഞെട്ടിയതാ. പറയുന്ന ഐഫോൺ വാങ്ങണം വാങ്ങണമെന്നുള്ളത് അതല്ല, സ്റ്റോറേജിന്റെ പ്രശ്നമുണ്ട് ഇവക്ക് ഇവിടെ ഫോണില്. എന്റെ ഫോണിൽ അതേ പ്രശ്നങ്ങളുണ്ട്. സാരില്ല. അപ്പൊ പക്ഷെ ഇത് എത്ര പെട്ടെന്ന് നമുക്ക് വിചാരിച്ചില്ല. ഫസ്റ്റ് സെൽഫി ഞാൻ. അപ്പൊ ഞാനും എല്ലാരും വാ. അമ്മനോട് പോയി. അമലേട്ടാ, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് വരാൻ പോകുന്നതാണ് ഗൈസ്. ഞങ്ങളെ ഓരോ ഫംഗ്ഷൻ കഴിഞ്ഞാല് പുറത്തൊക്കെ പോകുന്നു, വീട്ടിലെത്തുന്നു, സ്ത്രീ ഫോട്ടോ അയച്ചാ ഫോട്ടോ പണി. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. കാരണം ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതെന്തായാലും നടന്നു. ഞാൻ രണ്ട് സ്പെഷ്യൽ ബർത്ത്ഡേ ആയിരുന്നു. ഫസ്റ്റ് ഞങ്ങള് ഗിഫ്റ്റ് ചെയ്യുന്നു, പിന്നെ ഓൾക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നു. നല്ല സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് കാണിച്ചിട്ടില്ലല്ലോ, എന്നാലും ഞെട്ടിപ്പോയി. അത് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ് കിട്ടുന്നത് ഞാൻ. അപ്പൊ ഇനി കൂടെ ഹാപ്പി ബർത്ത്ഡേ. happy birthday to you, happy birthday to you, happy birthday to you dear Sri, happy birthday to you. അല്ല, അയ്യോ, അതിന്റെ ചെലവുണ്ട്. അത് പറയാം. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അതിന്റെ ചെലവ് ഞാനാണ് കഴിച്ചത്. 16 Pro എടുത്തതിന് അടുത്ത ചെലവ്. എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെലവ് കൂടി വഹിക്കാം. ഒരു ദിവസം 2 തവണ ബർത്ത്ഡേ ആഘോഷ ആളുകൾ. അപ്പൊ ഇതിന്റെ ചെലവും കൂടെ കൊടുത്തിട്ട് ഞാൻ വരാം. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. ചെലവ് കൊടുത്താലും വേണ്ടിയില്ല, ഞാൻ ഹാപ്പിയാണ്. ഞങ്ങളും പുതിയ ഫോണായല്ലോ. പിന്നെ ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് സ്റ്റാറ്റസും വിഷസ് അതല്ലാതെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. പറ്റുന്നൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് താങ്ക് യു. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന്